കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം ഏകാദശ അധ്യായം നമ്മൾ 44, 45 ഒന്നിച്ച് ചെയ്താണ് നിർത്തിയത്. അതിലെന്താണ് പറയണ വെച്ചാൽ അതായത് എല്ലാ വൈഷ്ണവ മാരിലും അല്ലേ, അതായത് വിഷ്ണു ഭക്തന്മാരിൽ എന്നെ കണ്ട് പൂജിക്കണം, അതാണ് പറഞ്ഞത് അല്ലേ, അതല്ലേ പറഞ്ഞത്? അതെ അതെ അതെ. എന്താണ് അതാണ് പറഞ്ഞത്. അതെ, പിന്നെ ഈ വിഷ്ണു ഭക്തന്മാരിൽ അതല്ലേ ആദ്യത്തെ? അതെ അതെ, അല്ലല്ല, സൂര്യനിൽ, അതാണ്. അല്ല, 44 പറഞ്ഞ എന്താ വെച്ചാൽ പിന്നെ ഭഗവത് ഭക്തന്മാരെ പരമബന്ധുവിനെ പോലെ മാനിക്കണം. പിന്നെ എന്നെ ഹൃദയാകാശത്തിൽ ധ്യാനം ചെയ്ത് വായുവിൽ പ്രാണനാണ് എന്ന് വിചാരിച്ച് വായുവിനെ, അതായത് എൻ്റെ നിശ്വാസമാണെന്ന് വിചാരിച്ച് വായുവിനെയും ജലത്തോടു കൂടി അതാത് ദ്രവ്യങ്ങൾ ചെയ്ത് തർപ്പണം ചെയ്തും എന്നെ പൂജിക്കണം എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ ഭൂമിയിൽ മന്ത്രങ്ങൾ എഴുതിയിട്ട് അല്ലെങ്കിൽ മന്ത്രന്യാസങ്ങൾ കൊണ്ട് സ്വന്തം ശരീരത്തിൽ പിന്നെ അതെ ഹൃദയാകാശത്തിൽ എന്നെ ധ്യാനിക്കണം. പിന്നെയോ വായുവിനെ മുഖ്യ പ്രാണനാണെന്ന് അറിഞ്ഞുകൊണ്ടും പിന്നെ ജലത്തിലെ പിന്നെ എന്താ പറയുക തർപ്പണം കൊണ്ടും എന്നെ ആരാധിക്കണം. പിന്നെ ഭൂമിയിലെ മന്ത്രങ്ങൾ കൊണ്ടും ദേഹത്തിന് ജീവന് ആവശ്യമായിട്ടുള്ള ഭോഗങ്ങൾ നൽകിയും സർവഭൂതങ്ങളിലും ഞാൻ ക്ഷേത്രജ്ഞനായി വാഴുന്നു എന്ന് അല്ലേ, അതായത് എല്ലാറ്റിലും എൻ്റെ സാന്നിധ്യം കാണണം, എന്നിട്ട് എന്നെ സമഭാവനയോടുകൂടി എപ്പോഴും ആരാധിക്കണം എന്നാണ് അവസാനം അത് പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് 46 നമുക്ക് ചെയ്യാം. ധിഷ്ണേഷ്വേഷ്വിതിമദ്രൂപം ശംഖചക്രഗദാംബുജൈഃ യുക്തം ചതുർഭുജം ശാന്തം അല്ലേ ധ്യായേന്നർച്ചേത് സമാഹിത. എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്നും കൂടി പറയണ്ട ഭഗവാൻ ട്ടോ. 46 സമാഹിത മീൻസ് എന്താ? നല്ല ഏകാഗ്രമായ മനസ്സോടുകൂടി, അതാണ് സമാഹിത. യേശു ധിഷ്ണേഷു ഈ പറഞ്ഞ സ്ഥാനങ്ങളിൽ ശംഖചക്രഗദാംബുജൈഃ യുക്തം, ശംഖചക്രഗദാ പത്മധാരിയായിട്ടുള്ള ചതുർഭുജ വിഷ്ണുവിനെ, ചതുർഭുജം കണ്ടോ, 4 കൈകളോട് കൂടിയുള്ള ശാന്തം, വളരെ ശാന്തമായ മദ്രൂപം എൻ്റെ രൂപത്തെ ധ്യാനിക്കണം, അർച്ചിക്കണം. എങ്ങനെയാണ് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ മുമ്പ് പറഞ്ഞുല്ലോ, ഈ പറഞ്ഞ സൂര്യൻ തൊട്ട് എല്ലാ സ്ഥാനങ്ങളും പറഞ്ഞില്ലേ, അല്ലെങ്കിൽ സർവ്വജീവജാലങ്ങളിലെന്നും പറഞ്ഞു ഇല്ലേ. ഈ പറഞ്ഞ എല്ലാ സ്ഥാനങ്ങളിലും ചതുർഭുജങ്ങളോടുകൂടിയും ശംഖചക്രഗദാ പത്മത്തോടുകൂടിയും പത്മവും ധരിച്ചിരിക്കുന്ന വളരെ ശാന്തമായ എൻ്റെ സ്വരൂപം വളരെ ഏകാഗ്രതയോടുകൂടി ധ്യാനിച്ച് പൂജിക്കേണ്ടതാകുന്നു. അത് സിമ്പിൾ. ധിഷ്ണേഷ്വേഷ്വതിമദ്രൂപം ശംഖചക്രഗദാംബുജൈഃ യുക്തം ചതുർഭുജം ശാന്തം ധ്യായന്നർച്ചേത് സമാഹിത. എല്ലാറ്റിലും ഭഗവാനെ കാണും. എന്ത് കാണുമ്പോഴും ആ ഭഗവത് സ്വരൂപം നമ്മളെ ഓർമ്മ വരണം തന്നെയാണ് പറയണത് കേട്ടോ. ഏത് ഇഷ്ടമുള്ളതാണെങ്കിലും ഇഷ്ടമില്ലാത്തതാണെങ്കിലും ഈ എല്ലാ കാഴ്ചകളിലും ഭഗവത് സ്വരൂപത്തിന്, അത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ചതുർഭുജ വിഷ്ണുവിൻ്റെ രൂപം തന്നെ ദർശിക്കണം. എന്നിട്ട് എപ്പോഴും മനസ്സുകൊണ്ട് ആരാധിക്കണം. ചിലപ്പോൾ നമുക്ക് വ്യവഹാരത്തിൽ നമുക്ക് ബാക്കിയുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ടും അല്ലെങ്കിൽ ശരിക്കും വ്യവഹാരത്തിൽ നമുക്ക് ഇപ്പോൾ ഒരാളെ ചിലപ്പോൾ അർച്ചിക്കാൻ സാധിക്കില്ല. പക്ഷെ മനസ്സ്, അതാണ് ഭാവമാണ് വേണ്ടത്. ഇനി ഇങ്ങനെയുള്ള ഭക്തി ഉണ്ടായാൽ എന്താ ഉണ്ടാവുക എന്ന് പറയുകയാണ് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ 11 സ്ഥാനങ്ങളിലും 11 സ്ഥാനം പറഞ്ഞല്ലോ ആദ്യം തന്നെ. അതായത് പിന്നെ നമുക്കൊന്ന് ഓർമ്മിക്കുക ഏതൊക്കെ: സൂര്യൻ, അഗ്നി, ബ്രഹ്മജ്ഞാനി, സൂര്യൻ, അഗ്നി, ബ്രഹ്മജ്ഞാനി, പശുക്കൾ, ഭക്തൻ, ആകാശം, വായു, ജലം, ഭൂമി, ആത്മാവ്, സർവ്വജീവജാലങ്ങളും, ഇതൊക്കെയാണ് പറഞ്ഞത്. ആ 11 സ്ഥാനങ്ങളിൽ എല്ലാറ്റിലും ഭഗവാനെ കണ്ട് ആരാധിക്കണം എന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെ ഭക്തി ഉണ്ടായാൽ എന്താണ് ഫലം എന്ന് ഭഗവാൻ തന്നെ പറയാണ്.
ഇഷ്ടാപൂർത്തേന മാമേവം യോ യജ്ഞേ യോ യജേത സമാഹിതഃ ലഭതേ മയി സദ്ഭക്തിം മത്സ്മൃതി സാധു സേവയ. ഭക്തി ഉണ്ടാവും. ഇങ്ങനെ ഭഗവാനിൽ എല്ലാറ്റിലും ഭഗവത് സാന്നിധ്യം കാണാൻ തുടങ്ങിയാൽ അതീവ ഭക്തി ഉണ്ടാവും. അതാണ് യഹ ഏതൊരു ആള് സമാഹിത ഇതുപോലെ ഏകാഗ്രമായ മനസ്സോടുകൂടി ഏവം ഈ പറഞ്ഞ പോലെ ഇഷ്ടാപൂർത്തേന അഗ്നിഹോത്രം മുതലായ യാഗങ്ങളും കിണർ കുഴിക്കുക മുതലായ പൂർത്തകർമ്മങ്ങളും, പൂർത്തം ചെന്ത ലോകോപകാരത്തിനായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ്. അത് കാലത്ത് മാറും. ഇപ്പം നമ്മൾ കിണർ കുഴിക്കുക കുളം കുഴിക്കുക ഒന്നും നമ്മൾക്ക് ഈ സമൂഹത്തിന് ആവശ്യമില്ല. അതാത് കാലത്ത് സമൂഹത്തിന്, അതായത് നമ്മൾ ജീവിക്കുന്ന ആ ലോകത്തിലെ എന്താണ് ലോകത്തിന് ഉപകാരമാവണത് അങ്ങനത്തെ കർമ്മങ്ങളെയാണ് പൂർത്ത കർമ്മങ്ങളെന്ന് പറയേ. അപ്പോൾ അഗ്നിഹോത്രവും യജ്ഞമൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ഇഷ്ടപൂർത്ത, അതായത് ലോകോപകാരങ്ങളായിട്ടുള്ള കർമ്മങ്ങളെന്ന് വിചാരിച്ചാൽ മതി. നമ്മളെ ഇഷ്ടാപൂർത്തേന മാം യജേത, അങ്ങനെ എന്നെ പൂജിക്കണം എന്ന്. അതായത് ഏകാഗ്രചിത്തത്തോടു കൂടി നമ്മൾ ലോകോപകാരത്തിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും അല്ലെങ്കിൽ സ്വന്തമായിട്ട് അഗ്നിഹോത്രം അങ്ങനത്തെ യാഗങ്ങൾ ചെയ്തിട്ടും ഒക്കെ എന്നെ പൂജിക്കുന്നുവോ അങ്ങനത്തെ ആള് മയി എന്നിൽ സദ്ഭക്തിം ഉത്തമമായ ഭക്തിയെ ലഭതേ, അയാൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ എല്ലാറ്റിലും ഭഗവത് സാന്നിധ്യം കണ്ട് അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ ലോകോപകാരമൊക്കെ ചെയ്ത ഒരാൾക്ക് തീർച്ചയായിട്ടും നല്ല ഭക്തി ഉണ്ടാവും. അതന്നെയാണ് ഫലം. സാധുസേ ഇപ്രകാരം ഇങ്ങനെ ഭക്തി ലഭിച്ച വന്ന് സാധുജനങ്ങളെ സേവിക്കുന്നതിനാൽ മൽസ്മൃതി എൻ്റെ സാക്ഷാത്കാരം, മൽസ്മൃതി അത് എന്നെ സാക്ഷാത്കരിക്കുകയും ചെയ്യും. എന്താണ് പറഞ്ഞാൽ പിന്നെ എന്താണ് ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ, അതായത് ശ്രുതികളിലും സ്മൃതികളിലും പറഞ്ഞ കർമ്മങ്ങളൊക്കെ ചെയ്ത ഏകാഗ്രതയോടെ എന്നെ ആരാധിക്കുന്നവന് സത്സംഗം ലഭിക്കുന്ന സംശയമില്ല. സത്സംഗം കൊണ്ട് നല്ല ഭക്തി ഉണ്ടായിട്ട് എന്നെ നിരന്തരം സ്മരിക്കാൻ ഇടയാവും. അതാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. അതായത് ഇങ്ങനെയൊക്കെ ചെയ്താലത്തെ ഗുണം എന്താണ്? ഭക്തി ഉണ്ടാവും. ഭക്തിയോടുകൂടി എന്നെ നിരന്തരം സ്മരിക്കാൻ സാധിക്കും. ഇഷ്ടാപൂർത്തേന മാമേവം യോ യജേത സമാഹിത ലഭതേ, അതന്നെയാണ്. എന്താ ഫലം? എന്താ? ഭക്തി ഉണ്ടാവും, അനന്യഭക്തി. പിന്നെ ഒന്നും വേണ്ടല്ലോ. മത്സ്മൃതി സാധുസേവയ, അപ്പോൾ സത്സംഗത്തിന് ഇടവരും. അപ്പോൾ ഭക്തി എപ്പോഴും നിരന്തരം ഉണ്ടാവും. അതായത് സജ്ജനങ്ങളെ സേവിക്കലാണ് ശരിക്കും പറയാച്ചാൽ ആ സജ്ജന സംസർഗവും സജ്ജന സേവ തന്നെയാണ് ദൃഢഭക്തിക്ക് ഏറ്റവും ആവശ്യം എന്ന് എപ്പോഴും പറയുന്നുണ്ടോ. എന്താ വെച്ചാൽ എന്നാൽ നമുക്ക് മറക്കില്ല ഭഗവാനെ. സജ്ജനങ്ങളുടെ കൂടെ കൂടുമ്പോൾ അവരെപ്പോഴും അതല്ലേ പറയുക. അപ്പോൾ നമുക്കും ആ നിരന്തര സ്മരണയ്ക്കത് സഹായിക്കും. അതുകൊണ്ടാണ് ഇനി പിന്നെ അതായത് സജ്ജനങ്ങളുടെ പ്രാധാന്യം തന്നെ ഇനിയും പറയണം കേട്ടോ. പ്രായേണ ഭക്തിയോഗേന സത്സംഗേന വിനോദ്ധവാം നോപായോ വിദ്യതേ സധൃക് പ്രായണം ഹി സതാമഹം. അതായത് 48. ഉദ്ധവ, ഹേ ഉദ്ധവ, സത്സംഗേന അതായത് സത്സംഗം കൊണ്ട് ഭക്തിയോഗേന വിന ഭക്തി സിദ്ധിക്കുന്നു എന്ന് മാത്രമല്ല, സത്സംഗം കൊണ്ട് ഭക്തി വർദ്ധിക്കുക മാത്രമല്ല, പ്രായേണ സദ്രങ് തീർച്ചയായും ഓൾമോസ്റ്റ് എല്ലാ അങ്ങനെ സജ്ജന സംസർഗം ഉണ്ടായാൽ മിക്കവാറും ഉത്തമമായ സദ്രങ് ഉപായ ഈ സംസാരത്തിനെ കടക്കാൻ ഉള്ള ഉപായം ന വിദ്യതേ, അല്ല സംസാര അതെ വിദ്യ ഹി എന്തുകൊണ്ടെന്നാൽ അഹം ഞാൻ തന്നെ സതാം സാധുജനങ്ങൾക്ക് പ്രായണം ഉത്തമമായ ആശ്രയം. എന്താണ് ഇതിൽ പറയുന്നത് വെച്ചാൽ ഈ ഉദ്ധവ സജ്ജനങ്ങൾ ആരെയാണ് ധ്യാനിക്കുക? സജ്ജനങ്ങൾക്ക് എന്താണ് ആഗ്രഹം? മോക്ഷം. അപ്പം സജ്ജനങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ഫലമാണ് ഞാൻ, അല്ലേ? അപ്പോൾ സജ്ജനങ്ങളുടെ പ്രാപ്യസ്ഥാനായിട്ടുള്ള എന്നെ പ്രാപിക്കുന്നതിന് സജ്ജനങ്ങളുടെ പ്രാപ്യസ്ഥാനം ഏതാ? മോക്ഷം, അല്ലേ? മോക്ഷം തന്നെ സജ്ജനങ്ങൾക്ക് എപ്പോഴും ലക്ഷ്യം. അപ്പോൾ സജ്ജനങ്ങളുടെ ലക്ഷ്യമായ എന്നെ പ്രാപിക്കുന്നതിന് സത്സംഗം മൂലം ഉണ്ടാകുന്ന
ഭക്തിയോഗം അല്ലാതെ വേറൊരു ഉപായമില്ല. അതാണ് പറഞ്ഞത്, ഉപായം ന വിദ്യതേ. സജ്ജനങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ എന്നെ നിങ്ങൾക്കും പ്രാപിക്കണമെങ്കിൽ ഭക്തി, സത്സംഗം കൊണ്ടുണ്ടാവുന്ന ഭക്തി അല്ലാതെ വേറൊരു മാർഗമില്ല എന്ന് ഭഗവാൻ തറപ്പിച്ച് പറയാണ്. അതായത് വലിയ വലിയ മഹാത്മാക്കളുടെ ലക്ഷ്യം ഞാനാണ്, യോഗീശ്വരന്മാരുടെ ലക്ഷ്യം ഞാനാണ്. അവരുടെ ലക്ഷ്യമായ എന്നെ നിങ്ങൾക്കും പ്രാപിക്കണമെങ്കിൽ സത്സംഗം ചെയ്തിട്ട് ഭക്തി വളർത്തിയിട്ടല്ലാതെ വേറെ ഒരു ഉപായവും ഇല്ല എന്നാണ് പറയുന്നത്. അവരുടെ സജ്ജനങ്ങളുടെ ലക്ഷ്യമായിട്ടുള്ള എന്നെ പ്രാപിക്കാൻ നിങ്ങളൊക്കെ വെച്ചാൽ സത്സംഗം കൊണ്ടുണ്ടാകുന്ന ഭക്തി അല്ലാതെ ഹേ ഉദ്ധവ വേറെ മാർഗമില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി ഈ അധ്യായത്തിലത്തെ അവസാനത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 48 വായിച്ചിട്ട്, പ്രായേണ ഭക്തിയോഗേന സത്സംഗേന വിനോദ്ധവ, സത്സംഗം കൊണ്ടല്ലാതെ നോപായോ വേറെ ഉപായമില്ല, വിദ്യതേ സദ്രക് പ്രായണം ഹി സതാമഹം, അത് മാത്രമേ വഴിയുള്ളൂ എന്ന്. ഇനി അതായത് ബാക്കി യോഗങ്ങളൊക്കെ സാഖ്യയോഗം, പിന്നെ രാജയോഗം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഈ പിന്നെ ഹഠയോഗം, അങ്ങനത്തെ ഒക്കെ പിന്നെ ഈ ഉറപ്പ് പറയാൻ വയ്യ. ചിലപ്പോൾ അവ ഫലിച്ചില്ല എന്ന് വരും. നമ്മളെ മനസ്സ് പിന്നെ സറണ്ടർ ഇല്ലെങ്കിൽ, ആ സമ്പൂർണ്ണ ശരണാഗതിയും ഭക്തിയും ഇല്ലാതെ ബാക്കി യോഗങ്ങളൊന്നും ഫലിച്ചു എന്ന് വരില്ല എന്ന് പറയാണ്. അഥൈതത് പരമം ഗുഹ്യം ശൃണ്വതോ യദുനന്ദന സുഗോപ്യമപി വക്ഷ്യാമി ത്വമ്മേ ഭൃത്യ സുഹൃദ് സഖ. അതായത് സജ്ജനങ്ങൾ സംസർഗം പോലെ ഭക്തി വർദ്ധിപ്പിക്കാൻ വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് അതാണ് ഏറ്റവും നല്ല വഴി. ബാക്കി യോഗങ്ങളൊക്കെ പറയണ്ടല്ലോ ഭഗവാൻ, ഉണ്ട്, അതൊക്കെ പറ്റും. പക്ഷേ അതിൻ്റെ ഒക്കെ കൂടെ ഈ അനന്യമായിട്ടുള്ള ഭക്തി, അല്ലെങ്കിൽ ആ ശരണാഗതി മനോഭാവം ഇല്ലെങ്കിൽ, ആ ഭക്തിഭാവം ഇല്ലെങ്കിൽ ബാക്കി യോഗങ്ങളൊന്നും ഫലിച്ചു എന്ന് വരില്ല. പക്ഷെ ഭക്തിയോഗത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നാണ് അപ്പോൾ സജ്ജന സംസർഗം അതിന് പറഞ്ഞത്. ഇനി അവസാനത്തെ ശ്ലോകം ഈ പിന്നെ അധ്യായത്തിൽ എന്താ വെച്ചാൽ 49-ാമത്തെ ഇപ്പം നമ്മൾ വായിച്ചത്. അതെ, അതിലെന്താ വെച്ചാൽ യദുനന്ദന ഹേ യാദവ, അതായത് ഉദ്ധവനും യാദവനാണല്ലോ. അതാ ഇപ്പോൾ ഏതത് പറയുവാൻ പോകുന്ന പരം വളരെ ഉത്തമമായി. ഇനി ഞാൻ പറയാൻ പോണത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. എന്താ അറിയോ, ഗുഹ്യം, വളരെ രഹസ്യമായതാണ്, ഗുഹ്യമാണ്. രഹസ്യമായിട്ട് വെച്ചാൽ എന്താ അറിയോ, ആരും അറിയാൻ പാടില്ല എന്നല്ല, അർഹിക്കണവരെ കേൾക്കാവൂ. അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരോട് പറയരുതെന്നാണ് അർത്ഥം. ആയതിനാൽ ശൃണു, കേൾക്കുക. ഇനി ഞാൻ പറയാൻ പോണതുണ്ടല്ലോ ഉദ്ധവ, വളരെ ഉത്തമവും വളരെ രഹസ്യവും, അതായത് അത്ര ഭക്തന്മാർക്ക് മാത്രം ഇഷ്ടമാകുന്നതും ആണ്. അത് കേൾക്കൂ, ഞാൻ ഇനി പറയാം. സുഗോപ്യം, വളരെ രഹസ്യമായിരുന്നാലും കൂടി, വക്ഷ്യാമി, ഞാൻ ഉദ്ധവനോട് പറയാം. എന്താ കാരണം? ത്വം, നീ, മേ, എനിക്ക്, ഭൃത്യ, എൻ്റെ ദാസനല്ലേ, എപ്പോഴും എൻ്റെ ദാസ്യം ചെയ്യാണ് ഉദ്ധവനെ എപ്പോഴും പണി. അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് ഞാൻ അതിരഹസ്യമാണെങ്കിലും ഇനി പറയാൻ പോകുന്ന ആ വലിയ തത്വം ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. എന്താ വെച്ചാൽ അങ്ങ് അർഹിക്കുന്നുള്ളത് കേൾക്കാൻ. സുഹൃദ്, നല്ല മനസ്വിയായ സഖ, അങ്ങ് വളരെ നല്ല മനസ്സോടുകൂടി എൻ്റെ സഖാവാണ്, കേട്ടോളൂന്ന്. എന്താ പറയണത്? ഹേ ഉദ്ധവ, അതിനാൽ ഞാൻ ഇനി രഹസ്യമായിട്ടൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം, കേട്ടോളൂ. എന്താ കാരണം വെച്ചാൽ അങ്ങ് എൻ്റെ ഭൃത്യനും സുഹൃത്തും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനുമാകയാൽ ഞാൻ അത്ര രഹസ്യമായിട്ടുള്ളത്, വളരെ ഗോപ്യം പറഞ്ഞില്ലേ, സുഗോപ്യം, വളരെ രഹസ്യമാണെങ്കിലും ഞാനത് അങ്ങക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഇനിയും പറയാൻ പോവുകയാണ് ഭഗവാൻ. പറഞ്ഞില്ലേ, അതാണ് ഇതൊക്കെ പറഞ്ഞ് എങ്ങനെ പൂജിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇങ്ങനെ എന്നെ പൂജിച്ചാൽ എൻ്റെ സ്മരണ വിട്ടുപോവാതെ നിൽക്കും. സജ്ജന സംസർഗം കൊണ്ട് എന്താ വെച്ചാൽ എൻ്റെ സ്മരണ വിടില്ല. അതുമാത്രമല്ല, ഈ വിട്ടുപോകാത്ത നിരന്തര സ്മരണയാണ് എന്ത് ഭക്തി എന്ന് പറഞ്ഞാൽ. എന്നെ നിരന്തരം സ്മരിക്കലാണ് ഭക്തി. സത്സംഗവും ഭക്തി അല്ലാതെ ഈശ്വരപ്രാപ്തിക്ക്, അതായത് ജ്ഞാനം ലഭിക്കാനായിട്ട് വേറെ ഒരു ഉപായവും ഇല്ല. സത്സംഗവും ഭക്തി മാത്രം മതി എന്ന് പറയുന്നു ഭഗവാൻ, അല്ലേ? അതോ ഉദ്ധവരെ,
നിങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എന്നെ ദാസനെ പോലെ എന്നെ ശുശ്രൂഷിക്കണു. അതുകൊണ്ട് ഞാൻ ഇനിയും അത്യന്ത രഹസ്യമായിട്ടുള്ള ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ഇനിയും പറയാം എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുന്നത് കേട്ടോ. ഇത് ശ്രീമദ് ഭാഗവതേ പാരമഹംസം സംഹിതായാം ബദ്ധമുക്തലക്ഷണം നാമ ഏകാദശോധ്യായ സമാപ്ത അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ദ്വാദശാധ്യായത്തിലേക്കാണ് കിടക്കണം. ദ്വാദശാധ്യായത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 12-ാം അധ്യായത്തിൽ എന്താണ് പറയണ വെച്ചാൽ സാധുസംഘത്തിൻ്റെ ഇതുപോലെ തന്നെ സജ്ജന സംഘത്തിൻ്റെ മാഹാത്മ്യവും കർമ്മം ചെയ്യലും അങ്ങനെ കർമ്മം ചെയ്ത് കർമ്മത്യാഗം ചെയ്യുന്നതും പറയണം. കർമ്മം ചെയ്യാതെ നമുക്കിരിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് കഴിഞ്ഞാൽ കർമ്മം ചെയ്ത് ഇതൊന്നും കർമ്മം കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് മനസ്സിലായി കർമ്മങ്ങളെ ത്യജിക്കണം. അപ്പോൾ അത് രണ്ടുമാണ് ഇനി അടുത്ത അധ്യായത്തിൽ പറയണത്. സജ്ജന സംസർഗത്തിൻ്റെ മാഹാത്മ്യവും നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അവസാനം കർമ്മത്യാഗവും ചെയ്യണതിനെ പറ്റിയാണ്. അതായത് സർവസംഘ പരിത്യാഗത്തിനെ പറ്റിയാണ് ഇനി പറയാൻ പോണത് കേട്ടോ. ഏതിൽ 12-ാമത്തെ അധ്യായത്തിൽ നമുക്ക് 2-3 ശ്ലോകം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 12-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ ഏകാദശ സ്കന്ധം 12-ാധ്യായം അല്ലേ. അതായത് ആദ്യം സജ്ജന സംസർഗത്തിനെ പറ്റി തന്നെയാണ് കുറച്ചും കൂടിയും പറയണം. അത് കഴിഞ്ഞിട്ടാണ് സർവസംഘ പരിത്യാഗം പറയണം കേട്ടോ. ശ്രീ ഭഗവാനു വാച 2 ശ്ലോകം ഒന്നിച്ചാണ് നമുക്ക് ചെയ്യാൻ എളുപ്പം. ന രോധയതി മാം യോഗോ ന സാഖ്യം ധർമ്മ ഏവച ന സ്വാധ്യായസ്തപസ്ത്യാഗോ നേഷ്ടാപൂർത്തം ന ദക്ഷിണ വ്രതാനി യജ്ഞച്ഛന്ദാംസി തീർത്ഥാനി യമാഹ യഥാവരുന്ധേ സത്സംഗഃ സർവസംഗാപഹോ ഹി മാം. എന്താണ് സർവസംഗാപഹ? സത്സംഗഃ അതായത് സർവതരത്തിലുള്ള സംഘങ്ങളെയും അറ്റാച്ച്മെൻറ്റിനെയും നശിപ്പിക്കുന്ന സത്സംഗം. അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എല്ലാ അറ്റാച്ച്മെൻറ്റുകളെയും എന്തൊന്നില്ലാത്ത എല്ലാറ്റിനുമുള്ള ആസക്തിയെയും നശിപ്പിക്കാൻ സമർത്ഥമായ സജ്ജന സംസർഗം യഥാ മാം അവരുന്ധേ എപ്രകാരം എന്നെ ആകർഷിക്കുന്നുവോ തഥാ യോഗാദയഃ ന മാം അത് അങ്ങനെ അതായത് സജ്ജന സംസർഗം കൊണ്ട് സർവസംഘങ്ങളെയും നശിപ്പിക്കുന്ന ഈ സജ്ജന സംസർഗമാണ് എനിക്ക് ഏറ്റവും പ്രിയം. അതുകൊണ്ട് ഈ ഒരു എന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നിൽ എത്താൻ സാധിക്കുക? അതുപോലെ ആസനം കൊണ്ടോ പ്രാണായാമം കൊണ്ടോ അതാണ് ബാക്കി യോഗാദികളെ കൊണ്ടൊന്നും അല്ലെങ്കിൽ തത്വവിചാരം കൊണ്ടോ ഒന്നും എന്നെ ഇതുപോലെ എത്താൻ പറ്റില്ല. അതാണ് പറഞ്ഞു. നോക്കൂ, യഥാസത്സംഗ എങ്ങനെയാണ് ആ സാധുസംഘം മാം അവരുന്ധതേ എന്നെ വശീകരിക്കുന്നത്? യോഗ ആസനം അതായത് ആസനം പ്രാണായാമം അഷ്ടാംഗയോഗം ഒന്നും മാം ന നിരോധയതി എന്നെ അതുപോലെ വശീകരിക്കണില്ല. സജ്ജന സംസർഗം പോലെ എന്നിലെത്താനുള്ള ഏറ്റവും നല്ല വഴി എന്നർത്ഥം. അതിൻ്റെ സാഖ്യം ച തത്വജ്ഞാനവും ധർമ്മ ഏവ അഹിംസ മുതലായ ധർമാനുഷ്ഠാനങ്ങളും എന്നെ ഇത്ര വശീകരിക്കണില്ല, എന്നെ ഇത്ര സന്തോഷിപ്പിക്കണില്ല. സ്വാധ്യായ വേദാധ്യയനവും തപസ്സും ത്യാഗവും എന്നെ സജ്ജന സംസർഗം പോലെ എനിക്ക് പ്രിയമല്ല. അതായത് എന്നിലെത്താൻ ഇതൊന്നുമല്ല ഏറ്റവും എളുപ്പം സജ്ജനം എന്നാണ്, മറ്റൊന്നും അല്ല എന്ന് പറയുകയാണ്. ഇഷ്ടാപൂർത്തം അതായത് ലോകോപകാരമായിട്ടുള്ള അഗ്നിഹോത്രം മുതലായ വൈദിക കർമ്മങ്ങളും കിണറ കുളം കുഴിക്കുക ലോകോപകാര കർമ്മങ്ങളും ദക്ഷിണ എല്ലാവർക്കും ദാനം കൊടുക്കലും വ്രതാനി ഏകാദശി മുതലായ വ്രതങ്ങൾ അനുഷ്ഠിക്കലും യാഗവും ഛന്ദാംസി അതായത് രഹസ്യമായിട്ടുള്ള മന്ത്രങ്ങളും തീർത്ഥയാത്രകളും യമനിയമങ്ങൾ അതൊക്കെ അനുഷ്ഠിക്കുക നല്ല സ്ട്രിക്റ്റായിട്ടേ. പിന്നെയോ യമാഹ അതും എന്നിലേക്ക് വരാൻ അത്ര സഹായിക്കില്ല, അല്ലെങ്കിൽ എന്നെ പ്രീതിപ്പെടുത്തില്ല.
എന്തുകൊണ്ടെന്നാൽ സാധുസംഗമം എന്നത് സർവസംഗാപഹ. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞതൊന്നും എന്നെ സജ്ജന സംസർഗം പോലെ എന്നെ പ്രീതിപ്പെടുത്താത്തത് വെച്ചാൽ അതിന് കാരണം എന്താ അറിയോ? സജ്ജന സംസർഗം പോലെ എന്നെ പ്രാപിക്കാൻ എളുപ്പമായിട്ടുള്ളൊരു ഉപായം വേറെ ഇല്ല. അതുകൊണ്ടാണ് സജ്ജന സംസർഗം പോലെ എന്നെ പ്രാപിക്കാൻ വേറെ ഒന്നുമില്ല. എന്താണ് ഉദ്ധവരോട് പറഞ്ഞ? ഉദ്ധവരെ, എന്നെ നിങ്ങൾക്ക് ശരിക്കും തെളിഞ്ഞ് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞ് പ്രകാശിക്കാൻ യോഗത്തിനോ സാഖ്യത്തിനോ ധർമ്മത്തിനോ പറ്റില്ല. സ്വാധ്യായം, തപസ്, ത്യാഗം, ഇഷ്ടാപൂർത്തം പറഞ്ഞില്ലേ, ലോകോപകാര കർമ്മങ്ങൾ, പിന്നെ ദക്ഷിണ, വ്രതങ്ങളനുഷ്ഠിക്കുക, വേദാധ്യയനം, തീർത്ഥാടനം, യമയ നിയമങ്ങൾ അനുഷ്ഠിക്കുക, ഇതുകൊണ്ടൊന്നും എന്നെ പൂർണ്ണമായിട്ട് ഞാൻ നിങ്ങളിൽ പ്രകാശിക്കില്ല. സത്സംഗം കൊണ്ട് മാത്രമേ ഞാൻ പൂർണ്ണമായും നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കുള്ളൂ. അത് സത്സംഗത്തിന് വേണ്ടാത്ത അറ്റാച്ച്മെൻറ്റിനെ മുഴുവൻ അകറ്റാനുള്ള ശക്തിയുണ്ട്. അതാ പറയുന്നുണ്ട് കേട്ടോ സത്സംഗത്തിൻ്റെ മഹിമ. ഈ ഭഗവാൻ എന്തുമാത്രം ഇതായിട്ടാണ് പറയണത് നോക്കൂ. യോഗം, സാഖ്യം, ധർമ്മം, സ്വാധ്യായം, തപസ്, ത്യാഗം, ഇഷ്ടാപൂർത്തം, ദക്ഷിണ, യാഗങ്ങൾ, മന്ത്രങ്ങൾ, വ്രതങ്ങൾ, യമനിയമങ്ങൾ, തീർത്ഥാടനം, ഇതുകൊണ്ടൊന്നും സത്സംഗം പോലെ എന്നിൽ എത്താൻ സഹായിക്കില്ല എന്ന്. അതായത് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞ് പ്രകാശിക്കാൻ സത്സംഗം പോലെ ഹെൽപ്ഫുള്ളായിട്ട് ഒന്നുമില്ല. സത്സംഗം സർവസംഗത്തിൻ്റെയും നാശം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് വൈരാഗ്യം വരാൻ സത്സംഗം കൊണ്ടാണ് എളുപ്പം എന്ന് പറയണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ കുറേ ശ്ലോകം ഒന്നിച്ചാണ് ചെയ്തിരിക്കണം, 3, 4, 5, 6. അപ്പോൾ അത് അത്ര വിഷമമില്ലാത്തതുകൊണ്ട് ഒന്നിച്ച് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. പിന്നെ സത്സംഗേന തു ദൈതേയ യാതുധാന മൃഗാ ഖഗാഹ ഗന്ധർവേപ്സരസോ നാഗാഹ സിദ്ധാശ്ചാരണഗുഹ്യകാഹ വിദ്യാധര മനുഷ്യേഷു വൈശ്യാഹ ശൂദ്രാ സ്ത്രിയോന്ത്യജാഹ ഒക്കെ പറയണം. അപ്പം പറ്റും. രജസ്തമ പ്രകൃതയസ്തസ്മിൻ യുഗേനഖ ബഹവോ മത്പദം പ്രാപ്താസ്ത്വാഷ്ടകായാഥവാദയഃ വൃഷപർവ ബലിർബാണോ മയശ്ചാഥ വിഭീഷണ സുഗ്രീവോ ഹനുമാൻ ഋക്ഷോ ഗജോ ഗൃധ്രോ വണിക്പഥഃ വ്യാധകുബ്ജ വ്രജേ ഗോപ്യോ യജ്ഞപത്ന്യസ്തഥാപരേ. എന്തായാലും ഒന്ന് പറഞ്ഞു പോവാം, ബാക്കി ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ അടുത്ത ആഴ്ചയാവാം, അടുത്ത ദിവസമാവാം. രജസ്തമ പ്രകൃതയ, അതായത് രജോ ഗുണപ്രധാനമോ തമോ ഗുണപ്രധാനന്മാരോ ആയിട്ടുള്ള ബഹവ എത്രയോ ദൈതയ അസുരന്മാരും, അല്ലേ, രജോ ഗുണപ്രധാനികളാണല്ലോ അസുരന്മാർ, പലരും തമോ ഗുണപ്രധാനികളും ഉണ്ടാവും. അങ്ങനത്തെ എത്രയോ അസുരന്മാരും, യാതുധാനാഹ രാക്ഷസന്മാരും, മൃഗാഹ മൃഗങ്ങളും, ഖഗ പക്ഷികളും, ഗന്ധർവന്മാരും അപ്സരസ്സുകളും, നാഗഹ പാമ്പുകളും, സിദ്ധാഹ സിദ്ധന്മാരും, ചാരണഗുഹ്യഹ ചാരണന്മാരും ഗുഹ്യകന്മാരും, വിദ്യാധരന്മാരും, മനുഷ്യേഷു മനുഷ്യരിൽ തന്നെ 4 ഇതുണ്ടല്ലോ, വൈശ്യന്മാരും, ശൂദ്രന്മാരും, സ്ത്രീകളും, അന്ത്യജ അതായത് വളരെ താഴത്തെ ഇതെന്ന് നമ്മൾ വിചാരിക്കുന്ന അത്രയേ ഉള്ളൂ. ഭഗവാൻ എല്ലാവരും ഒരുപോലെയാണ്. ത്വാഷ്ടകായ അഥവാദയ വൃത്രാസുരൻ, പ്രഹ്ലാദൻ, അല്ലേ, ത്വഷ്ടാവിൻ്റെ മകനല്ലേ, നമ്മൾ കണ്ടുല്ലോ വൃത്രാസുരൻ. ത്വഷ്ടാവിൻ്റെ മകനായിട്ടുള്ള വിസ്ത്രാസുരൻ, പ്രഹ്ലാദൻ മുതലായിട്ടുള്ളവരും, വൃഷപർവാവും, മഹാബലിയും, ബാണാസുരനും, മയനും, വിഭീഷണ രാക്ഷസനായിട്ടുള്ള വിഭീഷണനും, സുഗ്രീവ ഒരു വാനരനായിട്ടുള്ള സുഗ്രീവനും, ഹനുമാനും, അല്ലേ, ഋക്ഷ ജാമ്പവാനും, ഗജ ആന ഗജേന്ദ്രനും, ഗൃധ്ര ജടായു കഴുകനും, വാണിക്ഫല തുലാധരൻ എന്ന വൈശ്യനും, കച്ചവടക്കാരൻ, വ്യാധ ധർമ്മവ്യാധനും, അല്ലേ, മഹാഭാരതത്തിൽ വ്യാധൻ്റെ കഥ ഉണ്ടല്ലോ, മാംസം വെട്ടണ ആൾ, കുബ്ജ നമ്മുടെ കൂനിയായിട്ടുള്ള കുബ്ജയും,
ഗോകുലവാസികളായ വ്രജവാസികളായിട്ടുള്ള ഗോപികമാരും ഗോപ്യ യജ്ഞപത്യ വിപ്രപത്നിമാരും, വലിയ അറിവൊന്നുമില്ല, വിപ്രന്മാർക്ക് അറിവുണ്ട്, വിപ്രപത്നിമാർക്ക് മോക്ഷം കിട്ടി അല്ലേ. തഥാ പരേ അപ്രകാരം മറ്റുള്ളവരും അനഘ ഹേ പാപമില്ലാത്ത ഉദ്ധവ, അതായത് പാപരഹിതനായ ഉദ്ധവ, അസ്മിൻ യുഗേ അതാത് യുഗങ്ങളിൽ സത്സംഗേനാഹി ഇവർക്കൊക്കെ മുക്തി കിട്ടിയത് സത്സംഗം കൊണ്ടാണ്. സത്സംഗേനാഹി മത്പദം പ്രാപ്ത, ഈ പറഞ്ഞവരൊക്കെ എൻ്റെ പദം പ്രാപിച്ചത് വെറും സത്സംഗം കൊണ്ടാണ്. അത് നമുക്ക് അത് വെറുതെ പിന്നെ ആ പേരുകൾ നമുക്ക് വെറുതെ വായിച്ചു പോയിട്ട് ഇന്നത്തെ നിർത്താം. അതായത് സത്സംഗം കൊണ്ടാണ് ഈ പറഞ്ഞ എല്ലാവർക്കും മുക്തി ലഭിച്ചതെന്ന് പറയാണ്. പിന്നെ നോക്കൂ, എന്താ അറിയോ, ദൈത്യന്മാർ, രാക്ഷസന്മാർ, മൃഗങ്ങൾ, പക്ഷികൾ, ഗന്ധർവന്മാർ, അപ്സരസ്സുകൾ, നാഗങ്ങൾ, സിദ്ധന്മാർ, ചാരണന്മാർ, ഗുഹ്യകന്മാർ, വിദ്യാധരന്മാർ, മനുഷ്യന്മാരിൽ തന്നെ വൈശ്യർ, സ്ത്രീകൾ, താണ ജാതിയെന്ന് നമ്മൾ വിചാരിക്കണവർ, പിന്നെയോ ഓരോരോ യുഗത്തിൽ ഇവരൊക്കെ സത്സംഗം കൊണ്ട് മാത്രമാണ് എന്നെ പ്രാപിച്ചത്. വൃത്രൻ, പ്രഹ്ലാദൻ, വൃഷപർവാവ്, മഹാബലി, ബാണൻ, മയൻ, വിഭീഷണൻ, സുഗ്രീവൻ, ഹനുമാൻ, ജാമ്പവാൻ, ഗജേന്ദ്രൻ, ജടായു, തുലാധരൻ, കുബ്ജ, വ്രജത്തിലത്തെ ഗോപികൾ, ഒരറിവില്ല ഗോപികമാർക്ക്, പിന്നെ യജ്ഞപത്നികൾ, ഇവരൊക്കെ പലരും എന്നെ പ്രാപിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല. അവർ വേദാധ്യയനം ചെയ്തിട്ടില്ല അല്ലേ, ഒന്നുമില്ലല്ലോ, അവർ സത്സംഗം കൊണ്ട് മാത്രമാണ് എന്നെ പ്രാപിച്ചത്. അത്ര പ്രധാനമാണ് സത്സംഗം എന്ന് പറഞ്ഞ് നമുക്ക് ഇന്നിവിടെ നിർത്താം. അപ്പം ഞാനത് 4 ശ്ലോകം കൂടി വായിച്ച് നിർത്താം. സത്സംഗേന തു ദൈതേയ, സത്സംഗേനം കൊണ്ട് മാത്രം എന്ന് ആദ്യം തന്നെ പറഞ്ഞു ഭഗവാൻ. സത്സംഗേന തു ദൈതേയാദ്യാതുധാന മൃഗ ഖഗ ഗന്ധർവ അപ്സരസോ നാഗ സിദ്ധാശ്ചാരണഗുഹ്യകാഃ വിദ്യാധര മനുഷ്യേഷു വൈശ്യാഃ ശൂദ്ര സ്ത്രീയോന്ത്യജാഃ. പിങ്കള അല്ലേ, വേശ്യയായിരുന്നു അല്ലേ, വേശ്യ സ്ത്രീയായിരുന്നു പിങ്കള, നമ്മൾ കണ്ടുല്ലോ. പിന്നെ രജസ്തമ പ്രകൃതയസ്തസ്മിൻ യുഗേനഖം, അതാദിയുഗങ്ങളിൽ ഇവർക്കൊക്കെ മോക്ഷം കിട്ടി. ബഹവോ മത്പദം പ്രാപ്താസ്ത്വാഷ്ടകായാഥവാദയ വൃഷപർവ ബലിർബാണോ മയശ്ചാഥ വിഭീഷണ സുഗ്രീവോ ഹനുമാൻ ഹൃക്ഷൻ ജാമ്പവാൻ ഗജോ ഗൃധ്രോ ജടായു വണിക്പഥഃ വ്യാധകുബ്ജ വ്രജേ ഗോപ്യോ യജ്ഞപത്ന്യസ്തഥാ പരേ. ഇവർക്കൊക്കെ മോക്ഷം കിട്ടിയത് വെറും സത്സംഗം കൊണ്ടാണ് എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.